ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത കൊടും ക്രിമിനലുകൾക്കെല്ലാം BJP ഭരണകാലം സുവർണകാലമാണ്. ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന കൊടും ക്രിമിനലിന് ഒഡീഷ BJP സർക്കാർ ഇപ്പോൾ ഇതാ ശിക്ഷാ ഇളവ് നൽകിയിരിക്കുന്നു. കൂട്ടബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആസാറാം പാപ്പു ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നു. സംഘപരിവാറിന് വേണ്ടപ്പെട്ട എല്ലാ കൊടും ക്രിമിനലുകളും ജയിലുകളിൽ നിന്നും വരിവരിയായി പുറത്തിറങ്ങുകയാണ്. മുനമ്പം സംഘപരിവാറിന് വെറുമൊരു നാടകവേദി മാത്രമാണ്. ക്രിസ്ത്യാനികളെ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു നാടകം. അതിലും വലിയ നാടകമാണ് പ്രധാനമന്ത്രി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഘപരിവാറിന്റെ യഥാർത്ഥ ക്രിസ്ത്യൻ സ്നേഹം? ഈ ഫോട്ടോയാണ് മറുപടി. മഹേന്ദ്ര ഹെബ്ര ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചിരുന്ന കൊടുംകുറ്റവാളി. ശിക്ഷാ ഇളവ് നൽകി ഒഡീഷ ഭരിക്കുന്ന BJP സർക്കാർ പോയ വാരത്തിൽ മഹേന്ദ്ര ഹെബ്രാമിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ജയ് ശ്രീറാം മുഴക്കിയാണ് സംഘപരിവാർ പ്രവർത്തകർ മഹേന്ദ്ര ഹെബ്രാമിനെ സ്വീകരിച്ചത്. 1999 ജനുവരി 23 ക്രിസ്ത്യൻ സുവിശേഷകൻ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്നു. ബജറംഗ് ദൾ നേതാവായിരുന്ന ദാരാസിംഗും കൂട്ടാളി മഹേന്ദ്ര ഹെബ്രാമുമായിരുന്നു പ്രധാന പ്രതികൾ. BJP സർക്കാർ നൽകിയ ശിക്ഷാ ഇളവോടെ മഹേന്ദ്ര ഹെബ്രാം പുറത്തിറങ്ങി. മുഖ്യപ്രതി ദാരാസിംഗിന് നേരത്തെ വധശിക്ഷ വിധിച്ചു. അപ്പീൽ കോടതി വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. അധികം വൈകില്ല, ശിക്ഷാ ഇളവോടെ ദാരാസിംഗും പുറത്തിറങ്ങും. ഈ കൊടും ക്രിമിനലുകൾ MLA-മാരും MP-മാരും മന്ത്രിമാരുമെല്ലാം അയക്കും. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നെല്ലാം പറഞ്ഞ് സംഘപരിവാർ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുമ്പോൾ ഒപ്പം കൈയടിക്കുന്ന ചിലരുണ്ട്. അവർ ചരിത്രത്തിലേക്ക് വല്ലപ്പോഴും തിരിഞ്ഞു നോക്കണം. സ്റ്റാൻ സ്വാമി ഖനി മാഫിയക്കെതിരെ പോരാടിയ ധീരനായ മനുഷ്യാവകാശ പ്രവർത്തകൻ. കള്ളക്കേസിൽ കുടുക്കി മോദി സർക്കാർ ഈ വൈദികനെ ജയിലിലടച്ചു. ചികിത്സ ലഭിക്കാതെ 84-ാം വയസ്സിൽ ഈ വയോവൃദ്ധൻ ജയിലിൽ കിടന്ന് മരിച്ചു. ആസാറാം പാപ്പു കൊടും ക്രിമിനൽ, സംഘപരിവാറുകാരനായ മനുഷ്യദൈവം. കൗമാരത്തിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മദ്യക്കച്ചവടം നടത്തിയാണ് ബാപ്പു വാണിജ്യരംഗത്ത് കാലെടുത്തു വെച്ചത്. മദ്യത്തേക്കാൾ പണമുണ്ടാക്കാൻ എളുപ്പം ആത്മീയതയാണെന്ന് തിരിച്ചറിഞ്ഞു. സംഘപരിവാറിന്റെ സംരക്ഷണത്തിൽ തഴച്ചു വളർന്ന ആത്മീയ വ്യാപാരം ബാപ്പുവിനെ കോടീശ്വരനാക്കി. 18 രാജ്യങ്ങളിലായി 400ഓളം ആശ്രമങ്ങളുടെയും 40 സ്കൂളുകളുടെയും അധിപനായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ പ്രധാനമന്ത്രി AP വാജ്പേയി തുടങ്ങിയവരെല്ലാം ബാപ്പുവിന്റെ വിശ്വസ്തരായിരുന്നു. ആസാറാം പാപ്പു ഭക്തിയുടെ മറവിൽ നടത്തിയിരുന്നത് ക്രിമിനൽ മാഫിയ പ്രവർത്തനങ്ങളായിരുന്നു. ഇരകൾ ഭയം മൂലം ഏറെക്കാലം പരസ്യമായി പറയാൻ മടിച്ചു. എന്നാൽ 2013 UPയിലെ ഷാജഹാൻപൂർ സ്വദേശിയായ ഒരു 16 വയസ്സുകാരി ആസാറാം പാപ്പു ബലാത്സംഗം ചെയ്തെന്ന് ആരോപിച്ച് പോലീസിൽ പരാതി നൽകി. ഇതോടെയാണ് ബാപ്പുവിന്റെ തനിനിറം പുറം ലോകമറിഞ്ഞത്. രാജസ്ഥാനിലെ ജോധ്പൂരിലെ മനാലി ഗ്രാമത്തിലെ ആശ്രമത്തിൽ വെച്ചാണ് പീഡനം നടന്നത്. രാജസ്ഥാൻ പോലീസ് ബാപ്പുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സംഘപരിവാർ സംഘടനകൾ ഉത്തരേന്ത്യയിൽ പ്രക്ഷോഭം ആരംഭിച്ചു. എന്നാൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ബാപ്പുവിനെതിരെ ഉണ്ടായിരുന്നു. 2 സാക്ഷികളെ കൊലപ്പെടുത്തി, ഒരാൾക്ക് വെടിയേറ്റു. വിചാരണ വേളയിൽ ജോധ്പൂർ കോടതി വളപ്പിൽ വെച്ച് 2 സാക്ഷികൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും മുന്നിൽ നീതിന്യായ സംവിധാനം തലകുനിച്ചില്ല. 2018 ഏപ്രിലിൽ ആസാറാം പാപ്പുവിന് ജോധ്പൂർ കോടതി 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു.
ചികിത്സയ്ക്ക് ജാമ്യം വേണമെന്ന് അഭ്യർത്ഥിച്ച് ആസാറാം ബാപ്പു സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ജാമ്യം നൽകി. ജാമ്യകാലാവധി കഴിഞ്ഞപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ഗുജറാത്ത് ഹൈക്കോടതി 3 മാസത്തെ ജാമ്യം നൽകി. കാലാവധി തീർന്നാൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് വീണ്ടും കോടതിയെ സമീപിക്കും. വീണ്ടും ജാമ്യം ലഭിക്കും. പിന്നീട് ജയിലിലെ നല്ല നടപ്പ് എന്ന കാരണം പറഞ്ഞ് BJP സർക്കാർ ജയിലിൽ നിന്ന് മോചിപ്പിക്കും. മോദി ഭരണകാലത്ത് സംഘപരിവാർ കൊടും ക്രിമിനലുകൾക്ക് പ്രത്യേക നിയമമാണ്. റാം റഹീം സിംഗ് ദേരാ സച്ചാ സൗദ എന്ന ആത്മീയ സംഘടനയുടെ നേതാവായ മനുഷ്യദൈവം, മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസൻ, കൊടും ക്രിമിനൽ. ഓഗസ്റ്റ് 25 ബലാത്സംഗ കേസിൽ CBI കോടതി റാം റഹീം സിംഗിനെ 20 വർഷത്തേക്ക് ശിക്ഷിച്ചു. അന്ന് ഹരിയാനയിലെ പഞ്ച്ഗുഹ കോടതി പരിസരത്ത് റാം റഹീം സിംഗിന്റെ അനുയായികൾ അഴിഞ്ഞാടി. 38 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ ഹരിയാന പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ രാംചന്ദ്ര ഛത്രപതി എന്ന മാധ്യമപ്രവർത്തകനെ കൊന്ന കേസിൽ റാം റഹീം സിംഗിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ 7 വർഷങ്ങൾക്കുള്ളിൽ ഈ കൊടും ക്രിമിനലിന് ഹരിയാന BJP സർക്കാർ 13 തവണ പരോൾ അനുവദിച്ചു. ഈ വർഷം ജനുവരിയിൽ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 1 മാസത്തെ പരോൾ, ഈ മാസം 21 ദിവസത്തെ പരോൾ. അങ്ങനെ ഈ കൊടും ക്രിമിനലിന് ഇടയ്ക്കിടെ BJP സർക്കാരിന്റെ ഒത്താശയോടെ സുഖവാസം.